വളാഞ്ചേരിയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ വളാഞ്ചേരി കറ്റടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് കിഡ്നി മാറ്റിവെക്കുന്ന ഉമൈമത്ത് ചികിത്സാ ഫണ്ടിലേക്കുള്ള ധനസഹായം കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. കുളം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ്ബ് അംഗവും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനുമായ അഷ്റഫ് അമ്പലത്തിങ്ങലാണ് ധനസഹായം കൈമാറിയത്. കമ്മിറ്റി ഭാരവാഹികളായ ടി.പി. അബ്ദുൽ ഗഫൂർ, താജ് അബ്ദു, വി.പി. മുഹമ്മദ് സാലിഹ് എന്നിവർ ചേർന്ന് ഫണ്ട് സ്വീകരിച്ചു. രണ്ടാം ഗഡു ഫണ്ട് ഉടൻ തന്നെ നൽകുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. വളാഞ്ചേരിയുടെ ആയുർവേദ പാരമ്പര്യത്തിന്റെ സുവർണ നാമധേയമായ ചെങ്ങമ്പള്ളി ആര്യവൈദ്യശാല എം.ഡി. അബ്ദുൽ ജബ്ബാർ ഗുരുക്കളുടെ നേതൃത്വത്തിൽ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഔഷധ ഗുണമുള്ള കർക്കിടക കഞ്ഞി വിതരണവും നടത്തി. അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി.പി. അബ്ദുള്ളക്കുട്ടി, ഡോക്ടർ എൻ മുഹമ്മദ് അലി, നൌഷാദ് ബാബു, ഗഫൂർ, ഹരി, ശശി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ടി.പി. ഇക്ബാൽ നന്ദിയും പറഞ്ഞു. ഞാനിപ്പോൾ അടുത്താണ് ഇതിൽ അംഗമായത്. എന്തായാലും വളരെ സന്തോഷമുള്ളതാണ്. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഗതി എന്നിവിടെ രാവിലെ വരിക എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ അതിനെ പറ്റിയൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഈ അവസരത്തിൽ ചെയർമാനെ അഭിനന്ദിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും ഭംഗിയായി. ഞാനിവിടുന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് ഗൾഫിലൊക്കെ അയച്ചുകൊണ്ട് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനവിടെ പോയാൽ മിക്കവാറും അവിടെ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയിട്ട് കുട്ടികളായിട്ട് അവിടെ നീന്തൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ വെള്ളമില്ലാത്ത മണലാരത്തിലുണ്ട് നമുക്കപ്പോൾ ഇത്രയും നമ്മളെ വെൽ മാനേജ്ഡ് ആയിട്ട് നന്നായിട്ട് ഒരു പ്രൈവറ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ മാതിരിയാണ് ഇതിവിടെ മാനേജ് ചെയ്ത്. നമ്മളൊരു ഭംഗിക്ക് പറയല്ല, എല്ലാം ഭയങ്കര ഭംഗിയായിട്ട്. ഫസ്റ്റ് ഇവിടെ നമ്മൾ കുട്ടികൾ ചോദിച്ചു നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. കാരണം സാധാരണ അവിടെ പോകുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അതിന്റെ ആവശ്യമില്ല, ടിക്കറ്റൊക്കെ നമ്മളത് ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അതിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ, ഇത് ഇത്ര ഭംഗിയായി ഇത് കൊണ്ടുവരുന്നത് വളരെ ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഞാൻ പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവരും പോയിട്ടാണ് പോയത്. ആരാണുള്ള പേര് എനിക്കറിയില്ല. അയാൾ ആ റൂമിന്റെ ഉള്ളിലൊക്കെ കഴുകുകയാണ്. റൂമൊക്കെ കഴുകിയിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മൾ ഇവിടെ ഒരു വേസ്റ്റിന്റെ ഇത് കണ്ടാൽ നമ്മൾ എടുത്തിടും. അങ്ങനെ നമ്മളിതൊക്കെ ഭംഗിയായി എല്ലാവരും പിരിച്ച് ഞാനത് വെക്കുമ്പോൾ തന്നെ പ്രഭാകരനോട് പറഞ്ഞിരുന്നു അതവിടെ വെക്കണ്ട. അത് ഒരു പ്രാവശ്യം പോയതാണ്, ഞാനൊരു പൈസയും കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് പോവും, കാരണം ക്യാമറ വെക്കാതെ വെറുതെ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ഞാൻ ഒരു പൈസയും കൊടുത്തിട്ടില്ല, കാരണം എനിക്കറിയാം അത് പോകുന്നു. കാരണം അത് മുമ്പുള്ളത് പോയതാണ്. വീണ്ടും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുൻകൂട്ടി എന്തായാലും ഇത് നല്ല ഭംഗി. ഞാൻ ഈ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ ഇത് ഈ കുളവും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. ഈ കാണുന്നതല്ല ഇതും കൂടെ പോകുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ളതായിരുന്നു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.